പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഉയർപ്പ് ഞായറാഴ്ചയുടെ ഉയർപ്പ് കഴിഞ്ഞിട്ട് 7ാമത്തെ ഞായറാഴ്ചയാണ് നാം ആചരിക്കാൻ പോകുന്നത്. അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത് ദിനമാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരാധനാക്രമത്തിൽ സുവിശേഷ വിശുദ്ധ ഗ്രന്ഥ വായനകളിലൂടെ നമ്മളെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സഭ. ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞ് ഉള്ള 40 ദിവസക്കാലം ശിഷ്യന്മാരെ സന്ദർശിച്ച് ശിഷ്യന്മാരെ അടുത്ത് ചെന്ന് അവരെ വിശ്വാസത്തിൽ കർത്താവ് ഉറപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചകളെല്ലാം നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. കഥ അടച്ചിട്ട മുറിയിലേക്ക് കർത്താവ് കടന്നു ചെന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കുടിക്കേണ്ട അപരിചിതനായ നോണം ചെന്നിട്ട് അവസാനം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് സത്യമായ കർത്താവ് ഉത്ഥാനം ചെയ്തുന്ന അനുഭവത്തിൽ ഒരു വരുത്തക്ക രീതിയിലുള്ള നടപടിക്രമത്തിലേക്ക് കർത്താവ് നീങ്ങുന്നു. എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഒരു ഡിപ്രഷൻ മാനവും വീണ്ടും മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ, ശിഷ്യപ്രമുഖൻ ഉൾപ്പെടെ നിരാശപ്പെട്ട് രാത്രി മുഴുവൻ അവർ ജോലി ചെയ്തിട്ടൊന്നും കിട്ടാൻ വന്നപ്പം കടൽ തീരത്ത് വന്നു നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് മാതൃസഹജമായ സ്നേഹത്തോടുകൂടി കനലിൽ മീനും വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരമ്മയുടെ രൂപത്തിൽ ഈശോ അവിടുത്തെ അവരെ വിശ്വാസം ഉറപ്പിക്കുന്നു. പത്രോസിനെ നീ സ്നേഹിക്കുന്നതോ? 3 പ്രാവശ്യം ചോദിച്ച് എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ പെണ്ണുകളെ മേയ്ക്കുന്ന അധികാരി. ഇതൊക്കെയാണ് കഴിഞ്ഞ ഞായറാഴ്ചകളിലെല്ലാം നമ്മൾ കണ്ടും കേട്ടും ഇരുന്നത്. എന്തായിരുന്നു സഭ ഉദ്ദേശിച്ചത്? നമ്മളെ ആ കാര്യത്തിൽ നമ്മൾ ഒരുക്കിക്കൊണ്ട് വന്നിട്ട് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്ത് കഴിയുമ്പോൾ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുക എന്നതാണ്. ദൈവാത്മാവിൻ്റെ കടന്നുവരവിന് വേണ്ടി നമ്മളെ വ്യക്തിപരമായും സമൂഹപരമായും സഭയെ മുഴുവനും ഒരുക്കുകയായിരുന്നു ആരാധനക്രമത്തിലൂടെ എന്ന കാര്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് അവസാനത്തെ ഞായറാഴ്ച ഉയർപ്പ് കാലത്തിൻ്റെ കൃത്യം അങ്ങോട്ട് ചെന്ന് നിൽക്കുന്ന ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന ശിഷ്യന്മാരെ മുഴുവൻ സന്തുഷ്ടരായിട്ട് അവരെ ജെറുസലേത്ത് പറഞ്ഞയക്കുകയും അവരവിടെ പോയി പ്രാർത്ഥനയിൽ, അതായത് യെരൂശലേമിൽ എങ്ങും പോകരുത്, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും, അത് കാത്തിരിക്കുകയും ചെയ്യുന്ന കാത്തിരിപ്പ്, പ്രാർത്ഥനയുടെ കാത്തിരിപ്പിൻ്റെ അനുഭവത്തിൽ നേറ്റി നിൽക്കുവാൻ ഇന്നത്തെ സുവിശേഷം. അതിന് ഉപോത്ബലകമായിട്ട് ആരംഭത്തിൽ തന്നെ യാക്കോബ് കണ്ട സ്വപ്നം, അതായത് ദൈവവും മനുഷ്യൻ തമ്മിൽ ബന്ധപ്പെടുത്തുന്നത്, രമ്യതപ്പെടുത്തുന്ന ഒരു അടയാളമായി ആ ഗോവണിയെ അവതരിപ്പിക്കുകയും അവിടെ രക്ഷാകര പദ്ധതിയുടെ മുഴുവൻ സാരസംഗ്രഹ നിലയിൽ ഈശോയിൽ വന്ന് എത്തി നിൽക്കുന്നതായ ആ വലിയൊരു അനുഭവത്തെ യാക്കോബിൻ്റെ അനുഭവത്തിൽ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് കാണിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് കർത്താവിൻ്റെ ആലയം സിയോൻ, കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല, എല്ലാ മലകൾക്കും മുമ്പിൽ ഉയർന്നു നിൽക്കും എന്ന് പറയുന്ന മിഖാ പ്രവാചകൻ അല്ലെങ്കിൽ ഏശയ്യാ പ്രവാചകൻ്റെ 2ാം അധ്യായം എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ജനതകൾ തീർത്ഥാടനം ചെയ്യുമെന്ന് പറഞ്ഞ പ്രവചന ഭാഗം എടുത്ത് നമ്മോട് പറയുകയും ഉചിതനായ നാഥനിലേക്ക് ജനം മുഴുവൻ അടുക്കുന്ന കണ്ടില്ലേ? ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. അതേ തുടർന്ന് പത്രോസ്ലീഹ നിങ്ങൾ തീക്ഷ്ണതയോടുകൂടി പ്രത്യാശകളെ കാത്തിരിക്കണം നൽകുന്ന ഉപദേശവും ഇന്നത്തെ വായനകൾ വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സും ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? പെന്തക്കോസ്തായ്ക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. അതായത് യോവേൽ ദീർഘദർശി മുൻകൂട്ടി തന്നെ പറഞ്ഞതിൻ്റെ 2ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാ നിങ്ങളുടെ മേൽ വർഷിക്കും. അപ്പോൾ നിങ്ങളെ ചെറുപ്പക്കാർ അവർ ദർശനങ്ങളുണ്ടാകും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞു വരുന്ന വലിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദർശനം കടന്നു വരണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഭൗമികമായ നമ്മുടെ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നമ്മൾ കടക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് സഭ. ഇത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ്. ദൈവാത്മാവെന്നും പറഞ്ഞു നമ്മൾ കൊട്ടിക്കൊഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമില്ല. ഈ ആത്മാവിൻ്റെ പ്രവർത്തന ഹൃദയത്തിൽ എത്തിയിട്ട് അത് സ്വീകരിച്ചിട്ട് അവിടെ രൂപാന്തരീകരണം ഭവിച്ചിട്ട് ഈശോ മിശിഹായുടെ വ്യക്തിത്വത്തിലേക്ക് ഉൾച്ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ലോകാസനം വരെ ഉണ്ട് എന്ന അനുഭവം നമ്മുടെ ഉള്ളിലും നമ്മുടെ കൂടെയും ഉണ്ട് എന്നുള്ളത് സത്യം അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് സഭയുടെ ആരാധനക്രമത്തിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാവുക. ആദ്യത്തെ വായനയിലേക്ക് നോക്കാം. ആദ്യത്തെ വായന ഇതാണ്. ഉൽപ്പത്തി 28:11-19 അധ്യായങ്ങളിൽ യാക്കോബിൻ്റെ സ്വപ്നമാണ് നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. അതായത് ചേട്ടനെ ഭയന്ന് ഒരു വിധത്തിൽ പറഞ്ഞ് ഒളിച്ചോടി വധുവിനെ തേടിപ്പോയെന്നൊക്കെയാണ് ചിലടത്ത് പറഞ്ഞിരിക്കുന്നത്. ചേട്ടനെ ഭയന്ന് ഒളിച്ചോടി, കാരണം ചേട്ടനോട് ചതി കാണിച്ചു. അപ്പോൾ അറിയാൻ സംഭവം എന്താണെന്ന്.
അതായത് അപ്പൻ്റെ ആശീർവാദം ഇങ്ങനെ സൂത്രത്തിൽ വാങ്ങിച്ചെടുത്തിട്ട് ചേട്ടനെ നിർവീര്യനാക്കി ചേട്ടൻ തന്നെ കൊല്ലുകളയുമെന്നുള്ള പേടിയിൽ അമ്മ പറഞ്ഞ് പൊക്കോളാൻ പറയും. ആ പോക്കാണ് ഭയങ്കരമായ യാത്ര. ബെർഷേബായിൽ നിന്ന് ഹാരാനിലേക്ക്, അതാണ് അബ്രഹാം പറഞ്ഞ വഴിക്ക് നേരെ തിരിച്ച് ബെർഷേബായിൽ നിന്ന് ഹാരാനിലേക്കുള്ള ആ പോക്കിൻ്റെ വഴിപറ്റി തളർന്നു കിടന്നു. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ആരുമില്ല കൂട്ടിന്, അമ്മയുമില്ല. അമ്മയായിരുന്നു ആകെ ഉണ്ടായിരുന്ന ആശ്രയം. അമ്മ വഴി വെച്ച് കൊടുത്തതാണ് ഈ പണി. അനുജന് അനുഗ്രഹം കിട്ടാനുള്ള വഴിയില്ല അമ്മ വെച്ച് കൊടുത്തു. പക്ഷേ അമ്മയ്ക്ക് പിന്നെ ഈ മകനെ കാണേണ്ടി വന്നില്ല. രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ പോലും അവസാനം ഇവിടെ കിടന്ന് തളർന്ന് വിഷമിച്ച് കഴിയുമ്പം കിടന്നു ഉറങ്ങുന്ന അവസരത്തിലാണ് ഒരു ദർശനം ഉണ്ടാകുന്നത്. ഒരു വലിയ ഗോവണി പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഗോവണി എന്ന് പറയാൻ മനസ്സിലാക്കുന്നത് എന്താണ്? അന്നത്തെ കാലത്ത് അവർ വിശ്വസിച്ചിരുന്ന കാനാങ്ക വിശ്വസിച്ചിരുന്ന ദേവം എന്ന് പറയുന്നത് മർദൂക്ക് ദേവനാണ്. മർദൂക്ക് ദേവൻ വസിക്കുന്ന ആ ഒരു ഉന്നതമായ സ്ഥലമുണ്ട്. അങ്ങോട്ട് കയറിപ്പോകുന്ന നടകളെയാണ് ഈ ഗോവണിയായിട്ട് അവരത് കരുതിയിരുന്നത്. എന്ന് പറയാൻ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ അർത്ഥമേതാ? അവരുടെ ഭാഷയെ പറഞ്ഞാൽ യാക്കോബിന് മുമ്പിൽ ദൈവം സ്വർഗം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്? നിൻ്റെ പിതാക്കന്മാരെ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവമായി കർത്താവ് ഞാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെളിപ്പെടുകയാണ് അവിടെ. അവൻ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ മണ്ണ് നിനക്ക് തരും, നിനക്ക് അനേകം സന്തതികളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തട്ടി ഉണർത്തിപ്പെട്ട് നമുക്ക് തലക്കീഴ് വെച്ചിരുന്ന കല്ല് എടുത്ത് മാറ്റിയിട്ട് അവിടെ നാട്ടി നിർത്തിയിട്ട് എണ്ണയൊഴിച്ച് ബലിയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ എണ്ണ ഒഴിച്ചു എന്നൊക്കെ പറയുമ്പം അതിന് എവിടെ നിന്ന് എണ്ണ കിട്ടിയെന്ന് ചോദിക്കരുത്. അതൊക്കെ പിന്നീടുണ്ടാകുന്ന രചനയിൽ നിന്ന് കടന്നു വന്ന അനാക്രോണിസം എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ പിന്നീടുണ്ടായ ജെറുസലേം ദേവാലയം എണ്ണ ഒഴിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം വിശുദ്ധഗ്രന്ഥകാരന്മാരെ ബലിയർപ്പിച്ചു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എണ്ണയൊഴിച്ചു എന്ന് പറയുക. അപ്പോൾ ആ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഉടമ്പടിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്ന ഭാഗം. ഇപ്പോൾ നമുക്കത് നോക്കിക്കളയാം. ഇന്ത്യയിൽ ധ്യാനിച്ചാലും അത് ആ ധ്യാനം അതിന് അതിർത്തി ഉണ്ടാവില്ല. കാരണം അത്രമാത്രം വളരെ അർത്ഥഗർഭമായ തിരുവചന എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. എങ്കിൽ നമുക്ക് നോക്കിക്കളയാം. യാക്കോബ് ബെർഷേബായിൽ നിന്ന് ഹാറാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വിറക് ഒരിടത്ത് സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കം ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ചിട്ട് അവൻ ഉറങ്ങാൻ കിടന്നു എന്ന് പറയും. അതുകൊണ്ട് വളരെ ഹാർഡായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ ദർശനം. പെട്ടെന്ന് ഓർന്നാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വെളിപാട് പുസ്തകമാണ്. അതായത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് യോഹന്നാൻ ശ്ലീഹ ഭയങ്കരമായ രീതിയിൽ അവൻ അവിടെ പോയി ചത്ത് വന്യമൃഗങ്ങൾ തിന്നും അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റ് ചാകട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ദ്വീപിലേക്ക് വലിച്ചെറിഞ്ഞത്. അവിടെ കണ്ടൊരു നിരാശപ്പെട്ട ആ പാടെ കണ്ണീരോടുകൂടി കമണ്ണ് കിടന്ന ഒരു മനുഷ്യനില്ല അവസ്ഥ എന്ന് ആലോചിക്കുകയും വളരെ കഠിനമായൊരവസ്ഥ. ആരുമില്ല, പട്ടണം കൊടുക്കാൻ ആളില്ല, ഒരു വാക്ക് പറയാനാളില്ല. ആ അവസരത്തിൽ കിടന്നുറങ്ങിയപ്പോഴാണ് ഈ വെളിപാടുണ്ടായത്. ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഗ്രന്ഥം രൂപീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വളരെ കഠിനമായ സാഹചര്യങ്ങളാണ് സാധാരണഗതിയിൽ ദൈവിക വെളിപാടുണ്ടാകുന്ന കാര്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. യാക്കോബ് ശ്ലീഹായ്ക്കുണ്ടായത് കാരണം യോഹന്നാൻ ശ്ലീഹായ്ക്ക് പിന്നിലുണ്ടായതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അവൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് അവൻ ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. താൻ ഞാൻ സൂചിപ്പിച്ചത്, അതായത് മർദൂക്ക് ദേവൻ്റെ ആസ്ഥാനമായിട്ടാണ് ഈ ഗോവണിക്ക് അപ്പുറേ കാണുന്ന ഭാവം. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കാഴ്ചപ്പാട് ഇവർക്ക് ഉണ്ടായിരുന്നതാണ്. ഇവിടെ മർദൂക്ക് ദേവനൊന്നുമല്ല, അവിടെ യഹോവയാണ്. അപ്പോൾ ആ കണ്ടു. ഇപ്പോൾ ഗോവണിൻ്റെ മുകളിൽ നിന്നതിൻ്റെ കർത്താവ് അരുളിച്ചേരും കണ്ടോ? അപ്പോൾ മർദൂക്ക് ദേവനല്ല, കർത്താവ് അരുളിച്ചേരും. എന്ത് പറഞ്ഞു? ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. അപ്പോൾ നോക്കി, ചിലപ്പോൾ പിള്ളേരൊക്കെ ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവമല്ലേ? നമ്മുടെ ദൈവം തന്നെയാണ്. പക്ഷേ ആ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നമ്മുടെ പിതാക്കന്മാരായ പൂർവ്വപിതാക്കന്മാർ അബ്രഹാമിലും ഇസ്ഹാക്കിലും യാക്കോബിലും കൂടിയാണ്. അതിലൊരു അനുഭവമാണിത്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും. ഉണ്ടോ? 2 വാഗ്ദാനങ്ങൾ. ഒന്ന്, ഈ മണ്ണ് നിനക്ക് നൽകും. യഹൂദൻ ആ മണ്ണിനെക്കുറിച്ച് അവകാശപ്പെടുന്നതിൽ കാര്യമില്ലെന്നല്ലോ ഓർക്കണം. കാരണം അവർ അധിനിവേശം നടത്തിയതൊന്നുമില്ല, അത് അവരുടെ മണ്ണ് തന്നെയാണ്. ഈ മണ്ണ് നിനക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളെ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റതായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെ നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നിന്നിലൂടെ എല്ലാ ജനതതികളും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്, ഈ സെലക്ഷൻ ഒരു ഉത്തരവാദിത്വമാണ്.
ഈ ജീവിക്കുന്ന ദൈവത്തെ ലോക ജനതകളുടെ മുമ്പിലെല്ലാം അവതരിപ്പിക്കാൻ, വെളിവാക്കാൻ വേണ്ടി, വെളിപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയും. അപ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇപ്പം നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യു ഡോണ്ട് ബി അഫ്രൈഡ്, ഞാനുണ്ട് കൂടെ. രണ്ടാമത്തേത്, നിന്നെ ഞാൻ പരിപാലിക്കും. ഇപ്പം നിന്നെ ഞാൻ സംരക്ഷിക്കും, നിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞ് ഒക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. വാസ്തവത്തെ ശക്തമായ സന്ദേശമായത്. നമുക്ക് അങ്ങനെ ഒരു ദർശന ഹൃദയത്തിലുണ്ടായാലേ കർത്താവ് കൈവിട്ട് സത്യം, അതല്ലേ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. കർത്താവ് കൈവിട്ടോ? കൈവിട്ട അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈവിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവിട്ടിരിക്കുന്ന കർത്താവല്ല, നമ്മൾ അങ്ങോട്ട് കയറി പിടിച്ചിരിക്കുക. അങ്ങനെയല്ല, കർത്താവ് നമ്മളെ പിടിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകും. അപ്പോൾ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് എന്തു ചെയ്യുന്നു? ഉറക്കത്തിൽ നിന്ന് ഉണർന്നും അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അറിഞ്ഞില്ല. ഭീതി കൊണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്, ദൈവത്തിൻ്റെ ഭവനമാകില്ല, മറ്റൊന്നുമല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും കർത്താൻ തിരിച്ചറിയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും. ഈശോയെ തിരിച്ചറിയുന്നത് എങ്ങനെയൊക്കെയാണ്? ഈശോ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മുടെ കൂടെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും മറ്റും, അതുകൊണ്ട് സ്വർഗത്തിൻ്റെ കവാടമാണ് ഈ ഇവിടം. ഇപ്പം യാക്കോബ് അതിരാവിലെ എണീറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരുണ്ട്. ബഥേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭവനം. ലൂസ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ഇതാണ് നമ്മൾ ആദ്യം കിട്ടിയിരിക്കുന്ന വചനഭാഗം. അതൊക്കെ നമുക്ക് സ്വർഗാരോഹണത്തേക്ക് തിരിച്ച് ചിന്തിക്കുമ്പം, പെന്തക്കോസ്തായി തിരിച്ച് ചിന്തിക്കുമ്പം നമുക്ക് അടിസ്ഥാനപരമായി നിൽക്കുന്ന സംഗതി ദൈവത്തിൻ്റെ ഇടപെടലാണ്. രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ്. അവൻ്റെ എല്ലാ കാലവും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വാസ്തവത്തിൽ വധുവിനെ കണ്ടെത്താൻ പോയതാണെന്നാണ് ഒരിടത്ത് പറയുന്നതെങ്കിലും 1 അധ്യായത്തിൽ സാധാരണ 27, 28 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ സഹോദരൻ്റെ കോപം അത് പേടിച്ച് ഭയപ്പെട്ട് കുറ്റവാളിയായ ഒരു ഭീരുവിനെ പോലെ ഓടുന്ന അവസ്ഥയായത്. അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അവസ്ഥ ആലോചിച്ച് നോക്കുകയും പലപ്പോഴും മനസ്സ് തകർന്ന അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകാറില്ലേ? അപ്പോൾ ഇത് കുറ്റം വലിയ ഗൗരവമായ കുറ്റം ചെയ്ത ആളാണ്. ആ കുറ്റം ചെയ്ത ആൾ മനസ്സ് തകർന്ന് എനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ച് ഓടുക, ആ ചേട്ടൻ്റെ കൈ കിട്ടി കൊന്നു കളയും. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ പോകുന്ന അവസരത്തിലാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴാണ് ഈ കർത്താവിൻ്റെ വർണ്ണൻ്റെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമിക്കുന്ന ആൾക്കാർ ഓർക്കണം, നിന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് നിൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്ന കർത്താവുണ്ട്. നീ അല്പം ഈ ബുദ്ധിക്കപ്പുറത്തേക്കുള്ള ദർശനത്തിലേക്ക് ഒന്ന്, വിശ്വാസത്തിൻ്റെ ദർശനത്തിലേക്ക് വന്നാൽ മാത്രം മതി. നിൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നൊരു കർത്താവുണ്ട്. അത് അബ്രഹാം എന്ന വഴി തിരിച്ചു പോകുന്നത്. അബ്രഹാം വഴിക്കൊക്കെയാണ് വന്നത്. അപ്പോൾ എന്നാ ചെയ്ത് ബെർഷേബ എന്ന് പറയുന്ന ഈ സ്ഥലം, അതായത് 100 കിലോമീറ്റർ വടക്കാണ്. 100 കിലോമീറ്റർ വടക്ക്, ബെർഷേബയ്ക്ക് വടക്കാണ് ബെഥേൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറ്റി. അപ്പോൾ ആ ഗോവണി ഒരു പ്രതീകമാണ്. അതായത് എന്താ പ്രതീകമാണ്? അതായത് രക്ഷാകര പദ്ധതിയുടെ തന്നെ പ്രതീകമാണ്. അതിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാർ ദൈവത്തിൻ്റെ ഹിതം മനുഷ്യനെ അറിയിക്കുകയും മനുഷ്യൻ്റെ മറുപടി ദൈവത്തിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ദൈവദൂതന്മാരെ കാണുക. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈശോയിലാണ്, പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നയാളാണ്. നമുക്ക് പ്രധാനാചാര്യനായിട്ട് ഒരാളുണ്ട്. പാപൊഴിയെ മറ്റെല്ലാം നമ്മളിവിടെ താതാത്മ്യപ്പെട്ട ആളെന്നും ശ്ലീഹ പറയാൻ കാരണം ഇതാ. അപ്പം അതിൻ്റെയൊക്കെയുള്ള വഴി ഒരുങ്ങുന്നതാണ് ഇവിടെ, അതിൻ്റെ സൂചനകളാണ് ഇവിടെയെല്ലാം കാണുന്നത്. അപ്പോൾ ഈ അന്നത്തെ കാലഘട്ടങ്ങളിൽ സിഗുറത്ത് എന്ന് പറയുന്നത്, അതായത് ക്ഷേത്ര ഗോപുരങ്ങളുണ്ടായിരുന്ന സിഗുററ്റ്, സിഗററ്റല്ല സിഗുറത്ത്. ഈ സിഗുറത്ത് എന്ന് പറയുന്ന ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് ദൈവം, അവരുടെ ദൈവം മർദൂക്കാണ്, ദൈവം വസിക്കുന്നതെന്ന് പറയുന്നു. അങ്ങോട്ട് കയറി ചെല്ലാനുള്ള നടകളാണ് ഈ ഗോവണിയായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മർദൂക്ക് വാസ്തവത്തിൽ ദേവനെ അദ്ദേഹത്തെ ആ സമയത്ത് അവിടെ കണ്ടു എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയല്ല. അങ്ങനെയുള്ള സ്വർഗത്തേക്കുള്ള കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം യഹോവ ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സ്വർഗം തുറക്കപ്പെടുകയാണ്. അപ്പോൾ വളരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നതും അതേസമയം അകലം പ്രാപിക്കുന്നതും. രണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ഈസ് വെരി ക്ലോസ് ടു us at the same time he is distant away from us. ട്രാൻസെൻഡൻ്റാണ് എന്ന് പറയാൻ നമ്മുടെ പരിധിയിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതേസമയം കൊണ്ട് ചേർന്ന് നിൽക്കും. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ട് വാഗ്ദാനങ്ങൾ. ഒന്ന്, നിനക്കൊരു ദേശം തരും. അതായത് വാഗ്ദാനം നൽകിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദേശം നിനക്ക് തരും. കാനാൻ ദേശം നിനക്ക് തരും.
തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നിനക്ക് തരും. രണ്ടാമത്തത് പുഴു പോലെ അല്ലെങ്കിൽ ആകാശ നക്ഷത്രം പോലെ അതിൻ്റെ സന്തതികൾ നമുക്ക് വരും. പിന്നീട് പറഞ്ഞ എന്താണ്? ഈ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നീ എല്ലാ ജനതകളും എല്ലാ ഗോത്രങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദൈവം ജനത്തെ തിരഞ്ഞെടുത്തത്. മറ്റുള്ളവർക്ക് വേണ്ടി അവിടുത്തെ സത്യം വിളമ്പാൻ വേണ്ടി, വിളമ്പി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ സംരക്ഷണം ഒരിടത്ത് കൊടുക്കുമ്പോൾ ആ മനുഷ്യന് പ്രത്യാശയുണ്ടാകും, ശക്തമായ പ്രത്യാശയുണ്ടാകും. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോഴാണല്ലോ കുറ്റബോധമൊക്കെ എടുത്തങ്ങ് മാറ്റി തലമുകളിൽ സ്വർഗം വിടരുകയും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുകയും മനസ്സിന് ഉണർവുണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ രമ്യതയുടെ ദൂതന്മാരാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ദൈവമുണ്ട് എന്ന ഒരു സത്യം വേദപുസ്തകം വിളിച്ചു പറയുക. നമ്മുടെ യുക്തിക്കകത്ത് കിട്ടുന്നതല്ല. നമ്മുടെ മുമ്പിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നോ എന്ന് നമ്മൾ തന്നെ ചോദിക്കണം. നമ്മുടെ മുമ്പിൽ ദൈവമുണ്ട്. നീ നടക്കുന്നിടത്തുണ്ട് ദൈവം. നിൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട് ദൈവം. നിനക്ക് സംരക്ഷണം നൽകും. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഇപ്പം വിഷമിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമുണ്ട്. പരിഹാരം ചെയ്യാൻ കർത്താവിന് സാധിക്കാത്തതിൻ്റെ യാതൊന്നുമില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരു പുതിയ ലോകത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. രണ്ടാമത്തെ വായനയിൽ പറയുമ്പോൾ മിഖാ പ്രവാചകനാണ്. നമുക്കറിയാം, മിഖാ ചെറിയ പ്രവാചകൻ, 4 അധ്യായങ്ങളേ ഉള്ളൂ. അവിടെ അദ്ദേഹം എന്നാ പറഞ്ഞിരിക്കുന്നതായി മിഖാ 4:1-5 വാക്യങ്ങൾ അതേപടി തന്നെയാണ്. യേശയ്യാ 2-ാം അധ്യായം 2 വാക്യങ്ങൾ അതേപടി തന്നെയാണ്. യേശയ്യാ 2:2-4 വരെയാണ്. എന്നാ പറയുന്നത്? യഹോവ വസിക്കുന്ന മല എന്ന് പറഞ്ഞാൽ അന്നത്തെ അവരുടെ പ്രതീകാത്മക ചിന്ത എന്ന് ഹോറവ് മല ദൈവത്തിൻ്റെ വാസസ്ഥാനം, സീനായ മല ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. ഈ വാസസ്ഥാനം യഹോവ വസിക്കുന്ന സ്ഥലമാണ്. ആ വാസസ്ഥാനം സർവ്വഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കും. ജനതകളെല്ലാം അങ്ങോട്ടൊഴുകും. നമുക്ക് യാക്കോബിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുത്തെ മാർഗ്ഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് വചനവും പുറപ്പെടും എന്ന് പറയുന്ന സുന്ദരമായ ഭാഗമാണ് ഇവിടെ സാക്ഷാത്കരിച്ച കാര്യമല്ലേ അത്. ജെറുസലേമിൽ നിന്നേ പുറപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷാകര വചനം എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ജെറുസലേം എന്ന് പറയുന്ന വനം എല്ലാ മലകൾക്കും മുമ്പ്, വാസ്തവത്തിൽ മല തൊട്ട് മുമ്പുള്ള മല അതിനേക്കാളും വലുതാണ്, വലിയ മല. അതിനൊക്കെ വളരെ ചെറുതാണ് ജെറുസലേം. പക്ഷേ അതിനല്ല വലിപ്പം, അതിൻ്റെ മഹത്വത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ പറയുക, അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും, ജനതകൾ അവിടുത്തേക്ക് പ്രവഹിക്കും എന്നാണ് ആദ്യം പറയുന്ന വാചകം. നമുക്ക് മനസ്സിൽ കാണാം, ഇതിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ ജനതകൾ ഒരുപാട് കർത്താവിലേക്ക് തിരിയുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഇപ്പം. അതായത് കൃത്യം തന്നെ സഭയിൽ ചേർന്ന് മാമോദിസ രേസിൽ പേരും വെച്ചല്ല, അതേ സമയത്ത് വലിയ കൂട്ടമായിട്ട് യേശുവേ എന്ന് പറയുന്നത് തിരിയുന്ന ഒരു അനുഭവം ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അതിനെ അധികമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ പരിഭ്രാന്തി, അതല്ലേ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത് എന്തിനാ? ഇങ്ങനെ ആളുകളെല്ലാം ഇങ്ങനെ പോയാൽ എന്നായിരുന്നു? ആൾക്ക് പരിഭ്രാന്തിയുണ്ട്, പക്ഷേ പോകാതിരിക്കില്ല. ദൈവികമായ പദ്ധതിയാണ്. വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗ്ഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നമുക്ക് അവിടുത്തെ വഴിയിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. നമുക്കറിയാമല്ലേ, 12 പേരിൽ ആരംഭിച്ചതാണ് സഭയെന്ന് പറയുന്നത്. ഇപ്പോഴോ ലോകത്ത് 140 കോടി എന്ന് പറഞ്ഞാൽ ലോകത്തെ സർവ്വ ജനതകളിലും വെച്ച എല്ലാ വിശ്വാസത്തിലും ഏറ്റവും വലിയ വിശ്വാസ സാമ്രാജ്യമായിട്ട് തീർന്നില്ലേ? ഇപ്പോൾ ദൈവത്തിന് പരിപാലനമില്ലേ? എന്നെ വിചാരിച്ച് ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. തമ്പുരാൻ്റെ സഭ ഭൂമിയിൽ ഉപ്പായിട്ട് വർദ്ധിച്ചാൽ മതി. എണ്ണം വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷേ കർത്താവിനെ കൊടുക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. ആളുകളെ സഭയിൽ എണ്ണം കൂട്ടുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം ഈശോമിശിഹായുടെ രക്ഷ പങ്കുവയ്ക്കുക, ആ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളത്. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയാണ്. അത് നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് പ്രഘോഷിക്കുമ്പോൾ കടപ്പാടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ മനുഷ്യ ജന്മക്കും വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന് മോചനം നൽകി നമുക്ക് വേണ്ടി ആത്മാവിനെ നൽകിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിയോനിൽ നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. കർത്താവ് വിധിയാളനായിട്ട് വരും. അതുകൊണ്ട് വിദൂരസ്ഥരായ പ്രബല രാജ്യങ്ങൾ അവിടുന്ന് വിധിയാളനായി, പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനതകളുടെയും നടുവിൽ ഈശോ ഉയർന്നു നിൽക്കും, വിധിയാളനായിട്ട് വരും. ഇതൊക്കെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മളിന്ന് സാക്ഷ്യം വഹിക്കണം. അത് തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ഈശോ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഉണ്ടാവില്ല. അപ്പോൾ വാളെന്നാൽ യുദ്ധത്തിൻ്റെ പ്രതീകമല്ലേ. അപ്പോൾ ആ വാളെന്നായിട്ട് മാറ്റും, കൊഴുവായിട്ട് മാറ്റും. അതായത് കൃഷി ഉപകരണമാണ്. അതുപോലെ കുന്തം മനുഷ്യനെ കൊല്ലാനുള്ളതല്ലേ. കുന്തം എന്തായിട്ട് മാറ്റും? വാക്കത്തിയാക്കി മാറ്റും, കൃഷിയാണ് മാറ്റുക. അപ്പോൾ കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ യുദ്ധമുണ്ടാവില്ല.
അതുകൊണ്ട് ജനത്തിന് ഭയങ്കരമായ രീതിയിൽ അവർ ജനത്തിന് യുദ്ധം തന്നെ അഭ്യസിക്കുകയില്ല. അവർ മേലിൽ പരസ്പരം യുദ്ധം ചെയ്യുകയില്ല. എന്നും പറയാം, അവർ ഓരോരുത്തരും താന്താങ്ങളെ മുന്തിരിത്തോട്ടത്തിലും അത്തിമര ചോട്ടിലുമായിരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തിലും ശാന്തിയിലും മനുഷ്യൻ. ഒരു ഗ്രാമം അങ്ങനെയല്ല. അവിടുത്തെ ഏറ്റവും വലിയ കൃഷി ഇതാണ്, മുന്തിരിത്തോട്ടം, പിന്നെ അത്തിമരം. അപ്പോൾ അവർ മനുഷ്യരല്ല അതിൻ്റെ ചുവട്ടിലായിരിക്കും എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് അവർ സന്തോഷകരമായി അവർ വ്യാപരിക്കും. അവരെ ഉപദ്രവിക്കാൻ ആരും ചെല്ലില്ല, ആരെയും പേടിക്കുകയില്ല. എന്നിട്ട് പറയുക, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളെ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, എല്ലാ ജനതകളും നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിക്കും. പെന്തക്കോസ്തായിലേക്ക് ഒരുങ്ങുമ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിലെ ധൈര്യം നൽകാനായി മിക്കാ പ്രവാചകൻ പറയുന്നു. യേശയ്യാ പ്രവാചകൻ പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ മല എല്ലാ മലകൾക്കും മുമ്പിൽ ഉയർന്നു തന്നെ നിൽക്കും. അതുകൊണ്ട് അത് യുഗാന്ത്യ മഹത്വീകരണം കൂടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ മാത്രം നടക്കുന്നതല്ല, ഭാവിയിലേക്കൊരു ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വീകരണം നാശത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. നാശത്തിന് ശേഷം മഹത്വത്തിലേക്ക് വരും. അപ്പോൾ ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഇസ്രായേൽ മാറും. 4-5 കാര്യങ്ങൾ അതിനകത്ത് എടുത്ത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സിയോൻ മലയുടെ ഉയർത്തപ്പെടല, മഹത്വീകരണം. മലയെന്ന് പറയും ഭൗതികമായിട്ട് നമ്മൾ ഇവിടെ കാണുമ്പോൾ അന്ന് അത് ഭൗതികമായിരുന്നു, ഇന്നതല്ല, ഇന്നത് സഭയാണ്. സഭ മഹത്വീകരിക്കപ്പെടും അവസാന നാളുകളിൽ എന്നായി പറഞ്ഞു വച്ചിരിക്കുന്ന സംഗതി. സഭ എന്തുമാത്രം പീഡിപ്പിക്കപ്പെടുന്നതനുസരിച്ച് കർത്താവിൻ്റെ സഭ മഹത്വീകരിക്കപ്പെടും. സഭയെ പീഡിപ്പിച്ചിടത്തെല്ലാം പിന്നീട് സഭ വളരുക ചെയ്തു. ഒട്ടും തുടർന്നില്ല. കണ്ടമാലിൽ സഭ ഇപ്പം വളർന്നിരിക്കുക. അത്ര കഠിനമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പീഡനം പലർക്കും നടക്കുന്നുണ്ട്. പീഡിപ്പിക്കുന്നവർക്ക് അറിയാൻ പാടില്ല ഇവരെന്തായി ചെയ്യുന്നതെന്ന്. കർത്താവിൻ്റെ സഭ മഹത്വീകരിക്കപ്പെടും. രണ്ടാമത്തെ കാര്യം എന്താ, ലോകരാജ്യങ്ങൾ തീർത്ഥാടനം സിയോനിലേക്ക് വരും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്ക് ജനതകൾ മുഴുവൻ വരും. വേറെ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് വേറെ ആരുണ്ട്? വഴി സത്യം ജീവനും ഞാനാകുമെന്ന് പറയാൻ വേറെ ആരുണ്ട്? ഞാൻ ലോകത്തിന് പ്രകാശം എന്ന് പറയാൻ മറ്റാരും ഈശോയല്ല, വേറെ ആരാളുണ്ട്? ഞാനാ സ്വർഗത്തിലുള്ള ജീവനിലെ അപ്പം, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ നെറ്റിലെ നിർഗളിക ജീവൻ്റെ ജലം പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാരാണ്? ഇതിൽ നമ്മൾ നാളുകൂടെ പറയേണ്ടത്. ഇങ്ങനെയൊരു വ്യക്തി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ആ പുത്രനിലേക്ക് വരിക എന്നുള്ളത് എല്ലാവരുടെയും അവകാശത്തിൽപ്പെട്ടതാണ്. എല്ലാവരുടെയും അവകാശത്തിൽപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ മക്കളായി തന്നെയാണ് അരൂപീ നൽകി. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രകാര്യത്തിൻ്റെ അരൂപി നൽകിയെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. മക്കളാണെങ്കിൽ അവകാശികളാണ്. അപ്പം ആ തീരത്തിൽ നമ്മൾ നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താ അതിനകത്ത് പറയുന്നത്, സിയോനിൽ നിന്ന് നിയമം പുറപ്പെടും എന്നുള്ളതാണ്. അതായത് ദൈവത്തിന് നിയമം ജെറുസലേമിൽ പുറപ്പെടും. ഈ സിയോനും അതുപോലെ ജെറുസലേമും ഒന്ന് തന്നെയാണ്. സിയോൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ന് കണ്ടിരുന്ന പ്രിയപ്പെട്ട ഒരു നാമെന്ന് മാത്രമേ ഉള്ളൂ. ജെറുസലേമിനെ കുറിച്ച് തന്നെയാണ് സിയോൻ എന്ന് പറയുന്നത്. രണ്ടും രണ്ടല്ല. നിയമം എന്ന് പറയുന്നതും വചനം എന്ന് പറയുന്നതും രണ്ടും രണ്ടിലൊന്ന് തന്നെയാണ്. അതായത് നിയമം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ 10 കൽപ്പനകളാണ്. പുതിയ നിയമത്തിൽ വന്നപ്പം കർത്താവ് അത് നിയമം പൂർത്തീകരിച്ച് സ്നേഹത്തിന് നിയമമാക്കി മാറ്റിയ വചനം തന്നെയാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ അധരങ്ങളിൽ പുറപ്പെടുന്ന ഒരു വാക്കും ഫലം പുറപ്പെടുകയില്ല എന്ന് യേശയ്യാ പ്രവാചകൻ 55 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. എൻ്റെ അധരങ്ങളിൽ പുറപ്പെടുന്ന ഒരു വാക്കും ഫലം തരാതെ തിരിച്ചു വരികയില്ല. വളരെ കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഫലം പുറപ്പെടും. പിന്നീട് ജനതകളും അവരുടെ എല്ലാം വിധിയാളനാണ് യഹോവ. ഒരു വിധിയുണ്ടാകും, നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കും. ആ വിധിയാളൻ കർത്താവാണ്. അതുകൊണ്ട് അവസാനം എന്നാ സംഭവിക്കുക, നിരായുധീകരണം നടക്കും. അല്ലേ, യുദ്ധം ഇപ്പം അങ്ങോട്ട് മുഴുവൻ തകർത്തുകളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാറ്റം വന്ന് സമാധാനത്തേക്ക് പോകുന്നത് കണ്ടില്ലേ. ഇപ്പം തകർത്തുകളെ ഇപ്പം ആറ്റം ഉപയോഗിക്കും, എല്ലാത്തിനും ചുട്ട് ചാരമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ സമയമാകുമ്പോഴോ പെട്ടെന്ന് മനുഷ്യൻ സമാധാനത്തിലേക്ക് വരും. അത് കർത്താവുള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പായ്ക്കെതിരായിട്ടൊക്കെ ചിലപ്പോൾ ചില സാധനങ്ങളിൽ ചില ഭരണകർത്താക്കൾ ചിന്തിച്ചു പോകുന്നത്. പാപ്പായ്ക്ക് ഒരു മാറ്റമില്ല സംശയരഹിതമായിട്ട് പറയാൻ കഴിയുന്നത് ഈ വചനത്തിൽ നിന്നുകൊണ്ടാണ്. അതായത് സമാധാനമായി ഈശോ. അതുകൊണ്ട് യുദ്ധം ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. യുദ്ധം വഴിയല്ല പ്രശ്നം പരിഹരിക്കേണ്ടത്. മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചുകൊണ്ടാണ് പരിഹരിക്കേണ്ടത്. പാപ്പ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. പാപ്പായി പറഞ്ഞില്ലെങ്കിൽ പാപ്പായുടെ ദൗത്യം പൂർത്തിയാകില്ല. അതിന് പാപ്പ ഇങ്ങനെ ഇടപെടുന്നു, എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് രാഷ്ട്രീയമൊന്നുമില്ല, മനുഷ്യൻ ജീവൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിരായുധീകരണം, അത് ലോകസമാധാനം ഉണ്ടാകും. അപ്പോൾ സിയോൻ ഉയർത്തപ്പെടുന്നതാണ്. പ്രത്യേകിച്ചാണ് 154 പ്രാവശ്യമാണ് സിയോൻ എന്ന് പറയും ഇവിടെ പറഞ്ഞിരിക്കും. 20 പ്രാവശ്യം സിയോൻ മലയെന്നും പറയുന്നത്. എത്രയോ പ്രാധാന്യം ഉണ്ടെന്ന് ആലോചിക്കുക. സിയോൻ മല. അപ്പം അതുകൊണ്ട്
ഇത് ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അത് ദാവീദ് രാജാവ് ജെബൂസിയരിൽ നിന്ന് വാങ്ങിച്ച സ്ഥലമാണ്. അത് 12 ഗോത്രങ്ങൾ തിരിച്ചപ്പോൾ അവർ വേർതിരിച്ച് കൊടുത്ത സ്ഥലമല്ലത്. അത് ദാവീദ് രാജാവിന് സ്വന്തമാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ നഗരം എന്ന് പറയാനിടയായിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് എല്ലാവരുടെയും ഈ ഗോത്രങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണത്. അപ്പോൾ അവിടെയാണ് ഈ പേടകം കൊണ്ട് വെച്ചത്. ഓർക്കുക, പേടകം പണ്ട് തട്ടിക്കൊണ്ട് പോയില്ലേ ഫിലിസ്ത്യരും. തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവസാനം അവർ ബുദ്ധിമുട്ടിക്കൊണ്ട് തിരിച്ച് അതിർത്തിക്കൊണ്ട് അഭിനാദാബിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചില്ലേ. അവിടെ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് വീണത്. ദാവീദ് രാജാവ് ആഘോഷമായി എടുത്തുകൊണ്ട് പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? അർവേന എന്ന് പറയുന്ന ആളോട് കാശ് കൊടുത്ത് സ്ഥലം മേടിച്ചു ജെറുസലേമിൽ. എന്നിട്ട് അവിടെ പട്ടണമാക്കിയിട്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. നമുക്കറിയാമല്ലേ ആ പ്രത്യേകമായി. അപ്പോൾ അവിടെ തമ്പുരാൻ അവിടെ സന്നിധി ചെയ്യുന്നു എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാകും. അങ്ങനെയാണ്. അതായത് ജെറുസലേമിൽ കർത്താവിന് സാന്നിധ്യം ഉണ്ടെന്ന് വന്ന മനുഷ്യഹൃദയങ്ങളെന്ന ചിന്ത പേടകം അവിടെ ഇരുന്നത് കൊണ്ടാണ്. അപ്പോൾ ജനതകൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ് സങ്കീർത്തനം പറയുന്നത്. അതായത് സങ്കീർത്തനം വളരെ കൃത്യമായിട്ട് ഈ 122 സങ്കീർത്തനം 1-ാം വാക്യം എന്താ? നമുക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ആ തീർത്ഥാടകരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തയാണതേ. ഇപ്പോൾ BC 701 അസ്സീറിയൻ സൈന്യം വന്ന് അറ്റാക്ക് ചെയ്തെങ്കിൽ ജെറുസലേത്തിനെ അവർ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സമാധാന കാംക്ഷികൾ തമ്പുരാനിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ യോദ്ധാക്കളായിട്ടല്ല, മാർഗനിർദ്ദേശങ്ങളായിട്ട് യഹോവ വിധിയാളനായിട്ട് വരിക. ഇതിനു വേണ്ടി നിരായുധീകരണം, മനുഷ്യൻ്റെ സമാധാനവും ശാന്തിയും കർത്താവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വളരെ മനോഹരമായ ചിന്ത നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. ഇന്ന് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇന്ന് ചെന്നാൽ ലെബനോനിൽ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ലെബനോനിൽ ചെല്ലാമെങ്കിൽ അവിടെ ഈ തിരുവചന ഭാഗം ഒരു കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. നമുക്ക് കാണാം ഈ പറഞ്ഞ തിരുവചന ഭാഗം. കർത്താവിൻ്റെ ആലയം നിൽക്കുന്ന മല എല്ലാ ദിവസങ്ങളും മുകളിൽ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്ന ഭാഗവും, അതുകൊണ്ട് നിരായുധീകരണത്തിൻ്റെ കാര്യം പറഞ്ഞ ഭാഗം അവിടെ കൊത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം മനുഷ്യന് എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ഈ വചനമെന്ന കാര്യം ഓർക്കുക. പെന്തക്കോസ്തായിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നമുക്ക് പത്രോസ്ലിഹ പറയുന്ന കാര്യം നമുക്ക് കേട്ടുകളയായിരുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-9 വാക്യങ്ങളാണ് പ്രത്യാശയെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇത് യഹൂദ ശൈലിയാണ്. അതായത് അപ്പോഴാണ് യഹൂദന്മാർ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അങ്ങനെയാണ്, കർത്താവിനെ വാഴ്ത്തിക്കൊണ്ടാണ്. അതിൽ നമുക്ക് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. യഹൂദർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഈശോമിശിഹായെ അവർ തല്ലിക്കൊന്നവരാണ്, അതുകൊണ്ട് പറഞ്ഞ് അവരെ വെറുക്കാനൊന്നും പാടില്ല. തമ്പുരാൻ്റെ പദ്ധതിപ്പെട്ടതായിരുന്നു. പക്ഷേ അതിന് പരിഹാരം 2000 വർഷം അവർ ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ തന്നെ ആ പ്രാർത്ഥന ഇത് തന്നെയാണ് പിന്നീട് സഭയിൽ തുടർന്നത്. അവരുടെ സിനഗോഗിൻ്റെ ആരാധനയാണ് കുർബാനയുടെ ആദ്യഭാഗമായിട്ട് വരുന്നത്. അവരുപയോഗിക്കുന്ന സങ്കീർത്തനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കീർത്തനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഈ പറയുന്നില്ലേ, അവിടെ പറയുന്ന മനോഹരമായ ആ സങ്കീർത്തനം നമ്മൾ എടുത്ത് സൂചിപ്പിച്ചില്ല. ഇപ്പോൾ 122-ാം സങ്കീർത്തനം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്ന യഹൂദ ശൈലിയെ അവരെന്ത് തുടങ്ങിയാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങും. വാഴ്ത്തപ്പെടണം. ഇപ്പം നമ്മളങ്ങനെ ആരംഭിച്ചു, നമുക്കങ്ങനെ ചെയ്യാനായിരുന്നു തുടങ്ങിയിട്ടുണ്ട്. കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഫലമായിരിക്കും. അപ്പം ദൈവസ്തുതിപ്പിലാണ് എല്ലാവരും ആരംഭിക്കുന്നത്. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരകത്തായ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കണം. ഇതെല്ലാം അവകാശത്തിലേക്ക്. എവിടെ നമുക്ക് അവകാശം കിട്ടിയ ഈശോമിശിഹായുടെ മരണത്തിനുള്ള ഉത്ഥാനം വഴിയായിട്ട്. ആ ഉത്ഥാനം വഴിയാണ് നമുക്ക് അവകാശം കിട്ടിയിരിക്കുന്നത്. എഫെസൂസർക്ക് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-14 വാക്യങ്ങൾ നോക്കിയാൽ എത്രയോ പ്രാവശ്യം അവർ 8, 10, 12 പ്രാവശ്യമെങ്കിലും ക്രിസ്തുവിൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ നിഷ്കളങ്കരും നിർമ്മലരുമായിരിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം മുൻകൂട്ടി നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ഭാഗം തൊട്ടങ്ങ് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ അവിടെ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഈ പ്രവചന ഭാഗങ്ങളുള്ള തെളിഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ പത്രോസ്ലീഹ അത് തന്നെയാണ് പറയും, അവസാന കാലത്ത് വെളിപ്പെടാനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്ത് സൂക്ഷിക്കപ്പെടുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സംരക്ഷണവും വിശ്വാസം വഴിയായിട്ടാണ്. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കും. ഇതെങ്ങനെ പറയാൻ കാരണം? പത്രോസ്ലീഹ പറയാൻ കാരണം പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എഴുതുമ്പോൾ അതിഭയങ്കരമായ പീഡനം റോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇത് എഴുതുന്നത്. ആ പീഡനത്തിന് നടുവിൽ പിടിച്ചു നിൽക്കുന്നവർ വളരെ ഒരുപാട് പേരില്ല, ചിലരൊക്കെ പിരിഞ്ഞുപോയി. ഇത് മനുഷ്യൻ്റെ ഈ ജീവരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം ഓടി. എന്നാലും ആ പിടിച്ചു നിൽക്കുന്ന കരുത്ത് നൽകാനാണ് ഈ വചനഭാഗം ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സഹനം നിത്യതയോട് തുലനം ചെയ്ത ഒന്നുമല്ല. അവിടെ ധീരമായി മുമ്പോട്ട് പൊക്കോളൂരെ പറയുന്നത്. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന അശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. കണ്ടില്ലേ?
അതായത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സാനന്ദം എന്ന് പറയുന്നത് ഇപ്പോൾ കൊളോസിയത്തിൽ നൽകുന്ന അതിഭയങ്കരമായ പീഡനങ്ങളെ അതിജീവിക്കുന്നതാണ്. അതങ്ങ് കടന്നു പോകും. പക്ഷേ കർത്താവിലുള്ള ആനന്ദം നിത്യമായിട്ട് നിലനിൽക്കും. അതുകൊണ്ട് അത് യേശുക്രിസ്തുവിൽ പ്രത്യാശ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിയും മഹത്വത്തിനും ബഹുമാനത്തിനും അത് ഹേതുവായി തീരുകയും കർത്താവ് രണ്ടാമത് വരും. അത് വളരെ തീവ്രമായ വിശ്വാസമാണ്. ഈശോ വീണ്ടും വരും. പത്രോസിനെ അത് പറഞ്ഞ് വരാൻ താമസിക്കുക എന്തുകൊണ്ടാണ്? വരാൻ താമസിക്കുക എന്തുകൊണ്ടാണ്? ഏറ്റവും അവസാനത്തെ ആൾ വരെ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം കാത്തിരിക്കുക. അതുകൊണ്ടാണ് ഈ താമസിക്കുക എന്ന് പറയുന്നത്. കർത്താവ് വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് മഹത്വത്തിന് ഹേതുവായിട്ട് ഇത് മാറുക. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കണം, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവാച്യവും മഹത്വപൂർണ്ണമായ സന്തോഷം നിങ്ങൾക്ക് മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ശ്ലീഹ തൻ്റെ ജനത്തെ ധീരമായ വിശ്വാസപ്രഖ്യാപനം ഒരുക്കുന്ന ഭാഗമാണിത്. ഇത് കൃതജ്ഞതാ സ്തോത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീണ്ടും ജനനത്തിലേക്ക് വരും. നിക്കോദോമസിൻ്റെ കർത്താവ് പറഞ്ഞില്ലേ, അതായത് ഒരിക്കൽ കൂടി ജനിക്കുന്നില്ല സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാകില്ല എന്ന് പറയും. അവൻ സംശയം ചോദിച്ച് മറുപടി പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുന്നില്ല. വീണ്ടും ജനനം, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയാം, ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയുന്നില്ല, അവിടുത്തെ കാരുണ്യെ എന്നിൽ എടുത്തു കളയുകയുമില്ല എന്ന് പറയുന്നത് 66-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യം. അതുകൊണ്ട് യഹൂദൻ്റെ അതേ പ്രാർത്ഥനാ ശൈലി തന്നെ ഇവിടെയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വീണ്ടും ജനിക്കുകയാണ് ഇവിടെ. അതാണ് പ്രത്യാശയുടെ അടിസ്ഥാനം. ഈശോ മിശിഹായുടെ ഉത്ഥാനമാണ് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. പൗലോസ് പറഞ്ഞ പോലെ കർത്താവ് ഉത്ഥാനത്തിലേക്ക് നമ്മുടെ വിശ്വാസം വ്യർത്ഥം. അപ്പോൾ അടിസ്ഥാന സംഗതി ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് ആ ഉത്ഥാനത്തിൻ്റെ ചിന്തകളാണ് ഈ ഉയർപ്പ് കാലഘട്ടങ്ങളെല്ലാം ഞായറാഴ്ചയും നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് ആരാധനക്രമത്തിലൂടെ. അത് ഞാൻ ഏറ്റു നിൽക്കുന്നത് എങ്ങോട്ടാണ്? ആത്മാവിൻ്റെ വരവില. നിങ്ങൾ ശക്തി പ്രാപിക്കുവിൻ. അതുകൊണ്ട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് എങ്ങും പോകരുത്, പ്രാർത്ഥന കഴിച്ചു കൂട്ടി എന്നല്ലേ പറഞ്ഞത്. നടപടി പുസ്തകത്തിൻ്റെ ആരംഭം നോക്കിയാൽ കാണാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അപ്പം പറയും ശുശ്രൂഷയിലും ഒക്കെ അവർ ജീവിച്ചു എന്നല്ലേ ഏറ്റവും പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്ന ഈശോയുള്ള ആ ഉത്ഥാനം വഴി, ഉത്ഥാനത്തിൽ പങ്കെടുപ്പോൾ മാമോദിസയെക്കുറിച്ച് ഡെഫിനേഷനിൽ പൗലോസ് അത് പറയുന്നതല്ല, ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുള്ള പങ്കുചേരലാണ് മാമോദിസ. അതായത് റോമാക്ക ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 4-ാമത്തുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ മഹത്വം മുൻകൂട്ടി, മഹത്വം വീണ്ടെടുക്കുന്ന അവകാശത്തിൻ്റെ അച്ചാരമാണ് ഇതെന്ന് പറയുന്ന എഫേസ്യർ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ, അതായത് പരിശുദ്ധാത്മാവ് എന്താണ്? നമ്മുടെ മഹത്വം വീണ്ടെടുക്കുന്നതിൻ്റെ അച്ചാരമാണ് ഇവൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കളെങ്കിൽ നമുക്ക് അവകാശികളുമാണ്. നമ്മൾ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം പറയുന്നു നമ്മൾ മക്കളാണ്. ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രസ്വീകാരത്തിൻ്റെ അരുവ് സ്വീകരിച്ചവരാ. മക്കളാണ് എങ്കിൽ അവകാശികളുമാണ്. 8:17 അത് പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ ദാസന്മാരല്ല, നിങ്ങൾ പുത്രന്മാരാണ്. അപ്പോൾ പുത്രനാണ് എങ്കിൽ അവകാശിയുമാണ്. ഗലാത്യർ ലേഖനത്തിലെ 4-ാം അധ്യായം 7-ാമത് പറയാം, പുത്രന്മാരാണെങ്കിൽ അവകാശികളുമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കണം. അതിനപ്പുറത്തുള്ള ദൈവത്തിലെ ആനന്ദം എന്നാണ് വളരെ കാര്യം. അപ്പോൾ അത് നഷ്ടതൈരാകാതിരിക്കാൻ നോക്കണം. അഗ്നിയിൽ സ്വർണ്ണം പോലെ നാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ പറഞ്ഞത് ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരീക്ഷിച്ചല്ലോ എന്ന് പറയും. സങ്കീർത്തകനാണ് പറയുന്നത് 66:10 ഞങ്ങളെ വെള്ളി എന്ന പോലെ അവിടെ പരീക്ഷിച്ചല്ലോ. മലാക്കി പറയുന്ന 3:3 വെള്ളി ഉലയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിനെ പോലെ അവന് ഉപവിഷ്ടനാകും. കർത്താവ് തന്നെ ചെയ്യുന്ന ശുദ്ധീകരണം നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന മഹത്വം അത് സഹനം വഴി നേരിടാൻ നമ്മെ തന്നെ ഒരുക്കണം. 2-3 കാര്യങ്ങൾ രക്ഷയെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ പത്രോസ് ശ്ലീഹ. ഒന്ന്, നമ്മുടെ അവകാശമാണത്. ഏറ്റവും വലിയ അവകാശം അതാണ്. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നേടുത്തേണ്ട സംഗതിയാണ്. ആ രക്ഷയുടെ അവകാശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല വെറുതെ ഒന്നും ഔദാര്യമൊന്നുമില്ല, അവകാശമാണ്. 2, നമ്മളെ പറയുകയാണ്, അതായത് അവിടെ അന്ത്യവിധിനാളിൽ നമ്മളെ അംഗീകരിക്കുന്ന ആൾ, അംഗീകാരം കിട്ടുന്ന ഈ അനുഭവത്തോടെയാണ്. 3 പറയുന്നു, പ്രത്യാശയിൽ ജീവിക്കാൻ അവകാശം നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ആ ഭാഗത്ത് വെച്ച് നോക്കിയാൽ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരിക. സുവിശേഷ ഭാഗമുള്ള അറിയാമെന്ന് പറയുന്ന സംഗതി സ്വർഗാരോഹണമാണ്. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് ബെഥാനിയയിലേക്ക് പോകാൻ പറയും. ബെഥാനിയയിൽ പോകാൻ എന്താ? ബെഥാനിയയിൽ നിന്നാണ് കഴുതപ്പുറത്ത് കയറി ഓർസ്ലേമിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ എന്നാ സംഭവിക്കുന്നത്? അതേ ബെഥാനിയയിൽ നിന്നാണ് പുതിയ ഓർസ്ലേമിലേക്ക് കർത്താവ് പോകുന്നത്. സ്വർഗീയമാണ് പുതിയ ഓർസ്ലേം. അതുകൊണ്ട് ബെഥാനിയയിലേക്ക് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നു ഇപ്പോൾ പറഞ്ഞു. ഓർക്കല്ലോ. ഇത് വേറൊരു പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇത് അതായത് എന്നെക്കുറിച്ച് പറഞ്ഞതും തന്നെക്കുറിച്ച് പറഞ്ഞതും മോശയിലും പ്രവാചകന്മാരിലും
തന്നെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു പറയുന്നത് എവിടെയാണ്? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാണ് അവസാനം കർത്താവ് വിഡ്ഢികളെ, പ്രവാചകന്മാർ വിശ്വസിക്കാൻ കഴിയാത്തത് ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച മുഖത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇത് പറയും. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് പൂർത്തിയാക്കപ്പെടുകയാണ്. ഇവിടെ വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സ് കർത്താവ് തുറന്നു എന്നവിടെ പറയും. നമ്മുടെ മനസ്സൊന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കണം. ശിഷ്യന്മാരവിടെ കൈവിട്ട് പോവുകയാണ്, കർത്താവ് പോവുകയാണ്. പോകുമ്പോഴത്തേക്കും കർത്താവ് അവരുടെ മനസ്സ് തുറന്നു. അതുകൊണ്ടാണ് സന്തോഷിച്ചവരെ. നമ്മുടെ മനസ്സ് തുറന്നാൽ നമ്മളും സന്തോഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കണം. എന്താണ്? ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചതിൽ നിന്ന് ഉയർത്തപ്പെടുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജനതകളുടെ മേൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കണം. ജെറൂസലേമിൽ ആരംഭിക്കണം, എല്ലാ ജനതകളോടും. നമുക്കൊരു ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. മാമോദിസ ജലം വീണോ നമ്മുടെ ദേഹത്ത്, നമ്മുടെ ശരീരത്ത്, ദൈവാത്മാവ് സ്വീകരിച്ചോ സ്നാനസ്ഥാനത്തിലൂടെ ഉണ്ടെങ്കിൽ ഈ ഉത്തരവാദിത്തം നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കർത്താവിലുള്ള എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിലുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ നിന്ന് എങ്ങും പോരാ, അവിടെ തന്നെ വസിക്കുവിൻ. സ്വർഗാരോഹണം വരെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സ്വർഗാരോഹണം വരെയല്ല, പെന്തക്കോസ്താ വരെ അവിടെ വസിക്കാനാണ് പറയും. ആ ശക്തി, ഉന്നതത്തിലുള്ള ശക്തി വേറൊരിടത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അമ്മയോടാ പറഞ്ഞേ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. പരിശുദ്ധാത്മാവിടെ കടന്നു പോകുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ നീ ഗർഭസ്ഥയാവും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. നിന്നിൽ പറക്കുന്നു ദൈവത്തിന് പുത്രനായിരിക്കും. ആ ശക്തി ജനത്തിൻ്റെ മേൽ പറക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്തായിൽ സഭയിൽ അത്യുന്നതൻ്റെ ശക്തി അങ്ങ് പറക്കാണ്. അതായത് പുതിയ ഒരു സമൂഹം രൂപാന്തരപ്പെടുകയാണ്. ഈശോയുടെ തിരുശരീരം തുടരുക, കർത്താവിൻ്റെ അസ്തിത്വം തുടരുക ഈ സഭയിലൂടെ. അതാ ഇവിടെ പറയും. സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയും. അവർ ബഥാനിയയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കണ്ടോ, ഈശോയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ കാണുന്നത് എന്താ? കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന ചിത്രമല്ലേ നമ്മുടെ മനസ്സിൽ കാണേണ്ടത്? ഈ കൈകൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. എപ്പോഴും മോശയുടെ കൈകൾ ഉയർന്നു നിന്നപ്പോൾ അമലേക്കരുമുള്ള യുദ്ധത്തിൽ അവർ വിജയിച്ചു. മോശയുടെ കൈ താന്നു പോയപ്പോൾ അവർ തോറ്റു. അപ്പോൾ എന്നാ ചെയ്തു? ജോഷുവായും മറ്റ് അഹ്റോനും കൂടെ കൂടി ചെന്ന് അവരെ മോശയുടെ കൈ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം അതുപോലെ അല്ലത്, ഇതതിനേക്കാൾ ഈശോയുടെ കൈ അപ്പോൾ ഉയർന്നു നിൽക്കുന്നു നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. നമ്മൾ ഓർക്കണം. അപ്പം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് കർത്താവ് മറയുകയും സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയും ചെയ്തു. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? പിതാവിൻ്റെ സാന്നിധ്യമായ സ്വർഗം എന്ന് പറയും. അല്ല അങ്ങ് ദൂരെ മൈലുകൾക്കപ്പുറം ഈ ഭയങ്കരമായ രീതി ഇന്നത്തെ കാലത്ത് ചന്ദ്രനിൽ പോകുന്ന പോലെ ഈ വലിയ മെഷീൻ പോകുന്ന പോലെ പോയെന്നല്ല അർത്ഥം. ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് അവർ മാറി, അപ്പം മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവർ എന്നാ ചെയ്തു? അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. അത്യന്തം ആനന്ദത്തോടെ ചിത്രങ്ങളിലേക്ക് മടങ്ങി അപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചു കൂട്ടി. അവർ കർത്താവ് പറഞ്ഞ പോലെ തന്നെ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം. എപ്പോൾ വാസ്തവം നമ്മൾ ഇന്ന് ഈ ഞായറാഴ്ച ചെയ്യുന്നതാണ്. അതായത് അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്താ ദിനമാണ്. വ്യക്തിപരമായി ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ കടന്നുവരവിന് വേണ്ടി ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിച്ചുകൊണ്ട് കടന്നുകൂടാൻ നമുക്ക് സാധിക്കണം. ആരാധനക്രമത്തോട് ചേർന്നാണ് പോകുന്നതെങ്കിൽ. അതുകൊണ്ട് ഈശോ മിശിഹ ജീവിച്ചിരിക്കുന്നു. മക്കളെ വല്ലതും ഭക്ഷിക്കാൻ തരുമെന്ന് ചോദിച്ച് കടന്നു ഓർക്കുന്നില്ലേ? അതായത് ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ? അപ്പോൾ കർത്താവ് സത്യമായിട്ടും ശരീര ആത്മാ എല്ലാ രൂപത്തിലൂടെ തന്നെ ഉത്തരദാനം ചെയ്ത് വന്നിരിക്കുന്നത്. ഭക്ഷിക്കാൻ പറ്റില്ല, അവരുടെ കൂടെ ഇന്ന് ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ച മീൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് ഓർക്കുന്നില്ലേ? അപ്പോൾ അവരെ ദൃക്സാക്ഷികളാക്കി രൂപപ്പെടുത്തുകയായിരുന്നു. അപ്പസ്തോലന്മാർ മാത്രമൊന്നുമല്ല, അതായത് ചുമതലപ്പെട്ട് വരികയും ഇത് ദൃക്സാക്ഷികളാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്പർശിച്ചതും ഞങ്ങൾ രുചിച്ച് അറിഞ്ഞതുമായ സത്യം ഞങ്ങൾ പ്രകോപനം പറയാൻ അവർ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ അപ്പസ്തോലന്മാരായി തീർന്നത്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും, അപ്പോൾ ഞങ്ങൾ സ്പർശിച്ച് തൊട്ടനുഭവിച്ചറിഞ്ഞതുമായ സത്യം. അതുകൊണ്ട് ഈശോ കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ കൂടെ മനസ്സ് തുറന്നു കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞതൊക്കെ മനസ്സിലായി. പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, ആത്മാവ് കടന്നു വന്നപ്പോഴത്തേക്കാണ് മനസ്സിലാകാൻ തുടങ്ങി. ദൈവാത്മാവ് കടന്നു വരുമ്പോഴാണ് വിശ്വാസത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മുഴുവൻ തെളിഞ്ഞു വരില്ല. ദൈവാത്മാവ് കടന്നു വരുമ്പോൾ, അതുകൊണ്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈശോ എപ്പോഴും വളരെ കൃത്യമായിട്ട് എൻ്റെ മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് അവരെ ആ സഹന മരണ ഉത്ഥാനങ്ങളുടെ സത്യം അവരെ പഠിപ്പിച്ചു കൊടുക്കും. സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പണ്ട് പത്രോസിനത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയെന്ന് പറയുമ്പോൾ സാത്താനെന്ന് വിളിച്ചും ശിഷ്യപ്രമുഖനെ വിളിച്ച് ചെയ്താൽ അവസാനം നീ എന്നെ സ്നേഹിക്കുന്നത് 3 പ്രാവശ്യം ചോദിച്ച ആളിനോട്
അതിന് മുമ്പ് പണ്ട് സാത്താനെ നീ പിന്നാലെ പോകാമെന്ന് പറഞ്ഞ് ശകാരിച്ചത് ഇതുകൊണ്ടാണ്. അതായത് ഈ സഹന മരണ ഉത്ഥാന രഹസ്യം ഉൾക്കൊള്ളാൻ മാത്രം അന്ന് മനസ്സ് തുറന്നില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം അത് തുറന്നിട്ട് തന്നെ പ്രേക്ഷിത ദൗത്യം അവർക്ക് കൊടുത്തത് എൻ്റെ ചെയ്യേണ്ടി രൂപാന്തരീകരണം വരികയാണ്, നിങ്ങൾ പ്രഘോഷണം നടത്തണം. എന്തിനാ? പാപമോചനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രഘോഷണം നടക്കണം. അത് ഈശോയുടെ നാമത്തിലായിരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ പാപമോചനം എല്ലാ ജനതകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയും. എല്ലാ ജനതകൾക്കും, മനുഷ്യനായി പിറന്ന എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് ഈശോയിൽ പാപമോചനം കിട്ടുമെന്നറിഞ്ഞ ഉടനെ തന്നെ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. അങ്ങനെയാണ്. അവൻ്റെ എനിക്ക് സമാധാനം കിട്ടി, യേശു എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടി. എത്രയോ വലിയ വലിയ ആൾക്കാർ പറഞ്ഞിരിക്കും, യേശു എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടി, എനിക്ക് ജീവിക്കുന്നതിൽ ഇപ്പോൾ പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ. അതുകൊണ്ട് പാപമോചന ദാതാവാണ് ഈശോ. അപ്പോൾ അതുകൊണ്ട് ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിന് അതിർത്തി പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ശിഷ്യത്വം കർത്താവിൻ്റെ തുടർച്ചയാണ്. ഈശോയുടെ ദൗത്യം അവർ തുടരണം. അപ്പോൾ അതുകൊണ്ട് യേശു ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിയോനിൽ നിയമവും ജെറുസലേമിൽ നിന്ന്, അതായത് വചനവും പുറപ്പെടും. അത് വളരെ കൃത്യമായ രീതിയിൽ പുറപ്പെട്ടു നമ്മളിപ്പോഴും കണ്ടു. നമ്മൾ സാക്ഷികളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സാക്ഷികളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ മാത്രമൊന്നുമില്ല, നമ്മളും സാക്ഷികളാണ്. സാക്ഷിയാകണമെങ്കിലോ അത്തിൽ നിന്ന് പുറപ്പെടുന്ന വൻ ശക്തി നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൻ ശക്തി നമ്മൾ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് ശക്തിയാണത്. നമ്മളെല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിന് പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ, ദീർഘമായി പാടുന്നതൊക്കെയുണ്ട്. പക്ഷേ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയാണോ, ഹൃദയത്തിൽ ഈ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണോ എന്ന് ആത്മാർത്ഥത്തെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് പിതാവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനമായത്, അതുകൊണ്ട് ആത്മാവിനെ നൽകിയത് ദൈവത്തിൻ്റെ വാഗ്ദാനം. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന് യോവേൽ പ്രവാചകൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-ാം അധ്യായം 28-30 വാക്യങ്ങളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാകുകയാണ്. ഇപ്പോൾ ജെറുസലേമിൽ നിന്നും പോകരുതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ കഴിച്ചു കൂടണം. അപ്പോൾ അന്ന് ഏലിയ എടുത്തൊക്കപ്പെട്ട മേലങ്കി ഇങ്ങനെ എലീശായുടെ ദേഹത്ത് വീണപ്പോൾ അദ്ദേഹം ഇരട്ടി ശക്തിയായിട്ട് ബന്ധപ്പെട്ടതുപോലെ ദൈവാത്മാവിൻ്റെ പ്രതീകമാണ് മേലങ്കി. പരിശുദ്ധാത്മ കടന്നു വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് പെന്തക്കോസ്തായിലേക്ക് കടന്നു പോകാൻ ദൈവം നമ്മെ ഒരുക്കുന്നു. നമ്മുടെ ഹൃദയം സജ്ജമാകട്ടെ. കർത്താവ് ഈശോയുടെ കൃപയും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹവാസങ്ങളും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.